പടുമർമ്മം 12, തൊടുമർമ്മം 95, തിലസക്കാലമർമ്മം 1 എന്ന് കളറി പാടി പഠിക്കുന്നത് നിങ്ങൾ കിർലിയൻ ക്യാമറകൾ കാണാതെ ഇന്ന സ്ഥലത്ത് ഇന്ന മർമ്മങ്ങൾക്ക് ക്ഷതമുണ്ട്, ഇന്ന മർമ്മങ്ങൾക്ക് ക്ഷതമില്ല, ഇതിന് സ്ഥാനചലനം ഉണ്ടെന്നൊക്കെ അതിനകത്ത് കാണാം. ഈ എനർജി പാറ്റേണെ ക്യാപ്ചർ ചെയ്യാവുന്ന ഒരു ക്യാമറ കണ്ടുപിടിച്ച് നമ്മുടെ എനർജി എന്താണെന്ന് നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റും. നമ്മൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത്, അതെ, ഉയർന്നാണോ താന്നാണോ എല്ലാം അറിയാൻ പറ്റും. അപ്പോൾ ശരീരത്തിൽ ചൂടില്ലെങ്കിൽ ശരീരത്തിന് തിളക്കം നഷ്ടപ്പെടും. പക്ഷെ നമ്മുടെ കണ്ണിൻ്റെ അത് വഴങ്ങില്ല. ആ കണ്ണുകൾക്ക് കഴിയാത്തതാണ് ഈ കിർലിയൻ ക്യാമറ ക്യാപ്ചർ ചെയ്യുന്നത്. എൻ്റെ ശരീരത്തിൽ ഒരു ചൂടുണ്ടല്ലോ, ഞാൻ മരിച്ചു കഴിഞ്ഞ ചൂട് കാണും? ഇല്ല. എവിടെ പോകുന്നത്? മനസ്സ് ഗൗരവമായി അതിനെ വിശകലനം ചെയ്യുമ്പോഴേ പ്രതിരോധശേഷി കൃത്യമായി ഉണരുള്ളൂ. അങ്ങനെ കൃത്യമായി പ്രതിരോധശേഷി ഉണർന്നാൽ പിന്നെ ഏത് രോഗത്തിന് ശരീരത്തിൽ സാധ്യതയുണ്ട്? എനിക്ക് തന്നെ ഇവിടേക്ക് വന്നപ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി, ഒരു വൈബ്രേഷൻ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അതെ, അങ്ങനെ ഫീൽ ചെയ്യുന്നെങ്കിൽ അതിനർത്ഥം ഇത് ഏതോ ജന്മങ്ങളിൽ ഇവിടെ ഈ പ്രവർത്തനങ്ങളുമായി നിങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. അത് നമ്മുടെ ഇപ്പോൾ ഉദാഹരണത്തിന് മോഡേൺ സയൻസ് പറയുന്നു ഈ ജന്മം 7 തലമുറകളുടെ ഓർമ്മയിൽ നിന്നാണ് നമുക്ക് ഈ ജന്മം കിട്ടുന്നതെന്ന് മോഡേൺ സയൻസ് പറയുന്നു. കൃത്യമായി മെഡിറ്റേറ്റ് ചെയ്ത് പോയാൽ നമ്മൾ ജനിച്ച പുഴുവായും പാമ്പായും പട്ടിയായും പൂച്ചയായും എല്ലാം പോയ എല്ലാ ജന്മങ്ങളുടെയും ഓർമ്മകൾ നമ്മളുടെ അന്തരംഗത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് കളരിയിലെ അഷ്ടവടിവുകൾ നമ്മൾ കൃത്യമായിട്ടും ചെയ്ത് നീങ്ങുകയാണെങ്കിൽ ഓരോ വടിവും നമുക്ക് ശരിക്കും സംയമനത്തോടുകൂടി ചെയ്തു വരുമ്പോൾ നമ്മിൽ നിന്ന് ആ ഗജവടിവ് ചെയ്യുമ്പോൾ ഒരു ആനയുടെ ഒരു അനുഭവം നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് ഫീൽ ചെയ്യും. അത് റിട്രീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ല പുറത്തെ ആനയെ നോക്കിയല്ല നമ്മൾ കോപ്പി ചെയ്യുന്നത്. ഈ ആനയായി ജീവിച്ച ഓർമ്മകൾ നമ്മുടെ ഉള്ളിലുണ്ട്, അത് പുറത്തു വരും. ഒരു ഗജവടിവ് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് അശ്വവടിവിലേക്കാണ്. അപ്പോൾ ആ കുതിരയുടെ ആ ഒരു കൈയുടെ ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ കാലിൻ്റെ ഒരു ചലനം നമുക്കത് ഫീൽ ചെയ്യും. ഒരു സർപ്പവടിവ് ചെയ്യുന്ന സമയത്ത് ആ പാമ്പ് എങ്ങനെയാണോ വളഞ്ഞ് അതിൻ്റെ പത്തിയിലേക്ക് അതിൻ്റെ ഊർജത്തെ കൊണ്ടുവരുന്നത്, അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഓർമ്മകളെ ശരിക്കും സജീവമാക്കുക എന്നുള്ളതാണ് തിരിച്ചറിവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അതിന് അവബോധം എന്ന് പറയും. അവനവനെക്കുറിച്ച് ഒരു ബോധം ഉള്ളിൽ നിന്ന് തെളിച്ചെടുക്കണം. എനിക്കൊന്ന് ഒരുപാട് പേർക്ക് ഇത് ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു സ്റ്റേജാണ് ഇത്. കുറേ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇവിടേക്ക് വരികയാണെങ്കിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ എനിക്ക് അതായത് വന്നപ്പോൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ എന്നോട് പറഞ്ഞു ഇവിടെ ആയുർവേദ ശാലയുണ്ട്. അപ്പോൾ ആയുർവേദം അതായത് പഴയ ആയുർവേദത്തെ അതേപോലെ തന്നെ പകർത്തിക്കൊണ്ട് അതിൻ്റെ ഒരു മോഡേൺ സംവിധാനം കൂടെ ആഡ് ചെയ്തുകൊണ്ടാണ് ഇവിടെ പോകുന്നത്. എന്തെങ്കിലും അസുഖമുണ്ടെങ്കിലോ മാനസിക വിഷമമുണ്ടെങ്കിലോ കണ്ടെത്താൻ കഴിയുമെന്ന് പറഞ്ഞ് ആദ്യമേ തന്നെ ആണ്. ഹീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റ് തന്നെ അതാണല്ലോ. ചികിത്സ ഉള്ളിൽ നിന്ന് സംഭവിക്കേണ്ടതാണ്. അതിനുള്ള സാഹചര്യങ്ങൾ, ബാഹ്യമായ സാഹചര്യങ്ങൾ ശരീരത്തിന് ഒരുക്കി കൊടുക്കുകയും മനസ്സ് ഗൗരവമായി അതിനെ വിശകലനം ചെയ്യുമ്പോഴേ പ്രതിരോധശേഷി കൃത്യമായി ഉണരുള്ളൂ. അങ്ങനെ കൃത്യമായി പ്രതിരോധശേഷി ഉണർന്നാൽ പിന്നെ ഏത് രോഗത്തിന് ശരീരത്തിൽ സാധ്യതയുണ്ട്? അതാണ് പൗരാണിക ഭാരതത്തിൻ്റെ ആരോഗ്യ സംവിധാനം. ഇവിടുത്തെ ഈ ആയുർവേദ രീതികളൊക്കെ എങ്ങനെയാണ് അത് ഇവിടെ പോകുന്ന ഒരു പാറ്റേൺ? ഇപ്പോൾ ഇവിടെ ഏത് രോഗം എന്നുള്ളത് സെക്കൻഡറിയാണ്. പ്രൈമറി ക്വസ്റ്റ്യൻ നിങ്ങൾ എത്രത്തോളം തയ്യാറെടുത്തിട്ടുണ്ട് ഈ സംവിധാനത്തെ സ്വീകരിക്കാൻ, നിങ്ങളുടെ മനോനില എന്താണ്, അതാണ് ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഡോക്ടർമാർ അത് ചോദിക്കുന്നു. അവരുടെ രോഗലക്ഷണങ്ങൾ പറയാനാണ് ആൾക്കാർക്ക് താല്പര്യം. ശരിയാണ്. അപ്പോൾ രോഗലക്ഷണങ്ങളെ കൃത്യമായി ഡോക്ടർമാരത് അനലൈസ് ചെയ്യും. എന്നിട്ട് അവരെനിക്കൊരു റിപ്പോർട്ട് തരും. ഇതൊക്കെയാണ് ബാഹ്യമായ വിശകലനം. എന്നിട്ട് ഞാൻ ഇവരെ നേരിട്ടൊന്ന് കാണുമ്പോൾ അവരുടെ പ്രാണനില എനിക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റും. ആ പ്രാണനില എന്തുകൊണ്ടെന്നാൽ പ്രാണശക്തിയാണ് ജീവശക്തി. പ്രാണശക്തി ഇല്ലെങ്കിൽ പിന്നെ ചികിത്സിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പോൾ പ്രാണശക്തിയെ എങ്ങനെ ഉദ്ദീപിപ്പിക്കാം? യഥാ പ്രാണ തഥാ മന. മനസ്സാണ് പ്രാണനായി നിൽക്കുന്നത്. അപ്പോൾ മനസ്സിനെ സ്വാധീനിക്കാൻ എന്ത് വേണം? ആശയങ്ങൾ അല്ലെങ്കിൽ മന്ത്രം. മന്ത്രം എന്ന് കേട്ട ആൾക്കാർക്ക് പേടി വരും, അതുകൊണ്ട് ഞാൻ പറയാറില്ല. അതുകൊണ്ട് അവരുടെ ചില ചിന്താരീതികളെ ഞാൻ തന്ത്രപരമായി മാറ്റും. അതോടുകൂടി അവരുടെ ശരീരം
ചികിത്സ സ്വീകരിക്കാൻ പ്രാപ്തമാകും. അല്ല, ഇവിടെ ഒരു മെഷീൻ ഉണ്ടെന്ന് പറഞ്ഞു എന്നോട്. ആ മെഷീനിനകത്ത് നമ്മൾ കൈവിരലുകൾ പതിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എനർജി മൊത്തത്തിൽ അറിയാൻ കഴിയുമെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് ഇത്? അതായത് പഴയകാല ആയുർവേദ ശൈലിയാണെങ്കിൽ എന്തിനാണ് അത്തരത്തിലൊരു മെഷീനിൻ്റെ ആവശ്യം? പഴയകാല ആയുർവേദ ശൈലി എന്ന് പറയുമ്പോൾ ഇപ്പോൾ മൃദംഗം കണ്ടിട്ടുണ്ടോ? കച്ചേരിക്ക് വായിക്കുന്നത് അതിൻ്റെ തടി, അതിൻ്റെ ഉള്ളിൽ ഒരു തടിയല്ലേ. പണ്ട് തുടങ്ങുമ്പോൾ ഇതെന്തായിരുന്നു അറിയാം? മെറ്റല്. ഐ മീൻ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് അറിയാമോ? മണ്ണാണ്. മണ്ണ് വെച്ചിട്ട് ഒരു ഹോളോ സിലിണ്ടർ ഉണ്ടാക്കി അതിൽ തോൽ വരിഞ്ഞാണ് മൃദംഗം ഉണ്ടാക്കിയിരുന്നത്. പിന്നെയാണ് അത് തൊട്ട് കഴിഞ്ഞാൽ പൊട്ടിപ്പോകും, അശ്രദ്ധമായിട്ട് തൊട്ടാൽ. അതുകൊണ്ടാണ് ഇന്നോവേറ്റീവായിട്ട് പിന്നെ തടി തുരന്ന് ഉണ്ടാക്കിയത്. ഇന്ന് ഫൈബറാണ് ഉപയോഗിക്കുന്നത്, കൊണ്ടു നടക്കാൻ സുഖം. അപ്പോൾ ആശയം മൃദംഗം, പക്ഷേ അതിൻ്റെ അതിൻ്റെ പ്രയോഗ രീതിയാണ് മാറ്റിയെടുക്കുന്നത്. ഇല്ലേ? നമ്മൾ പണ്ട് മരൂരിയല്ലേ കൊടുത്തിരുന്നത് നാണം മറയ്ക്കാൻ. ഇന്ന് അതാണ് കൊടുക്കുന്നത് അല്ല. പക്ഷെ നാണം തന്നെയല്ലോ, മറയ്ക്കാനുള്ള മെറ്റീരിയലിലേ മാറ്റുന്നുള്ളൂ. അത് അവരവരുടെ സൗകര്യവും ശാസ്ത്രത്തിൻ്റെ പുരോഗതി. അതുപോലെ ആയുർവേദം എന്ന് പറയുന്നത് പൗരാണിക ശാസ്ത്രശാഖ തന്നെയാണ്. അപ്പോൾ അത് അനലൈസ് ചെയ്യുന്നത് ശരീരത്തിൻ്റെ ജീവതലത്തെ തന്നെയാണ്, പ്രാണശക്തിയെ തന്നെയാണ്. പക്ഷേ ഈ പ്രാണനില എത്ര പേർക്ക് വ്യക്തമായി ബോധ്യമാവും? അത്രയും സാധനാബലമുള്ളവർക്ക് മാത്രം ബോധ്യമാവും. ചക്രങ്ങളാണോ? ഊർജ്ജനില. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ശരീരത്തിൽ ഒരു ചൂടുണ്ടല്ലോ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ചൂട് കാണും? ഇല്ല. എവിടെ പോകുന്നത്? എവിടെ പോയി? അപ്പോൾ ശരീരത്തിൽ ചൂടില്ല. ചൂടില്ലെങ്കിൽ ശരീരത്തിന് തിളക്കം നഷ്ടപ്പെടും. പക്ഷെ നമ്മുടെ കണ്ണിനത് വഴങ്ങില്ല. ആ കണ്ണുകൾക്ക് കഴിയാത്തതാണ് ഈ കിർലിയൻ ക്യാമറ ക്യാപ്ചർ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അത് ഒരു ഈ കെമിക്കൽ എഫക്റ്റാണ്, അല്ലെങ്കിൽ ആ ഒരു അതിനെന്തോ ഒരു ടെക്നിക്കൽ ടേം പറയും. അതിൻ്റെ കൈവിരല്ലേ, നമ്മുടെ കൈകളിങ്ങനെ തൂക്കിയിട്ട് നിൽക്കുമ്പോൾ ഈ രക്തസംക്രമണം കൊണ്ടുണ്ടാകുന്ന രക്തത്തിൻ്റെ ഓട്ടം കൊണ്ട് കയ്യിൽ ഓരോ സ്ഥലത്തും നമ്മുടെ ഓരോ അഗ്രങ്ങളിലും ഓരോ ഊർജ്ജ തരംഗങ്ങളുണ്ട്. പക്ഷേ ഇതിനെ കൃത്യമായി റീഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓറ എന്ന് പറയുന്നത്. ഇപ്പം ഉദാഹരണത്തിന് പഞ്ചകോശങ്ങളെന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. അന്നമയം, നമുക്ക് തൊട്ടു നോക്കാവുന്ന ഒരു ടാഞ്ചിബിൾ ബോഡിയുണ്ട്. പിന്നെ ഉള്ള പ്രാണമയം, അത് ഊർജ്ജ ശരീരമാണ്. ഇത് എത്ര പേർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? മോഡേൺ സയൻസ് ഇത് അറിഞ്ഞതിന് ശേഷം ഇത് ശരിക്കും അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് കിർലിയൻ എന്നുള്ള കക്ഷി ശരിക്കും റഷ്യനാണ്. പുള്ളിയാണ് ഇതിനെ കൃത്യമായിട്ട് വിശകലനം ചെയ്ത് ഒരു സാങ്കേതിക മാർഗത്തിലൂടെ ഈ എനർജി പാറ്റേണെ ക്യാപ്ചർ ചെയ്യാവുന്ന ഒരു ക്യാമറ കണ്ടുപിടിച്ച്. നമ്മുടെ എനർജി എന്താണെന്ന് നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റും. നമ്മൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത്, അതെ, ഉയർന്നാണോ താന്നാണോ എല്ലാം അറിയാൻ പറ്റും. ഇത് എൻ്റെ യോഗദൃഷ്ടി കൊണ്ട് കാണുന്നത് ഇപ്പോൾ ഒരു ഡിവൈസ് കൊണ്ട് കാണുന്നു, അത്രേ ഉള്ളൂ. അതായത് ഇപ്പോൾ കുറച്ചുകൂടെ സയന്റിഫിക് ആകുമ്പോൾ ആളുകൾക്ക് കുറച്ചുകൂടി ഒരു ജനറലൈസ് ചെയ്യും. പണ്ട് അണോരണീയാൻ മഹതോ മഹിയാൻ, അല്ലെങ്കിൽ വളരെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത സൂക്ഷ്മജീവികളാണ് നിങ്ങൾക്ക് രോഗമുണ്ടാക്കുന്നതെന്ന് ആയുർവേദത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് കാണാൻ പറ്റുമായിരുന്നു ജനങ്ങൾക്ക്? അവർക്കത് വിശ്വസിക്കേണ്ടി വന്നു. ഇന്ന് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ലാബിൽ പോയൊരു മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയാൽ ബാക്ടീരിയയും വൈറസിനെയൊക്കെ കണ്ടുകൂടെ? അത് ശാസ്ത്രം തെളിയിച്ചു തരുന്ന ഒരു സാധ്യതയാണ്. പക്ഷേ ആ സാധ്യത ശാസ്ത്രത്തിലൂടെ ജനറലൈസ് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കം ചില ആൾക്കാർ കണ്ടിരുന്ന കാര്യം ഇന്ന് എല്ലാവർക്കും കാണാൻ ഡിവൈസ് ആധുനിക ശാസ്ത്രം കൊണ്ട് കഴിയുന്നു. ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഈ കിർലിയൻ ക്യാമറ ഞാൻ വളരെ വർഷങ്ങളായിട്ട് അന്വേഷിക്കുകയായിരുന്നു. ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എങ്ങനെ, ഞാൻ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് ബോധ്യപ്പെടാം. അപ്പോൾ ആ കിർലിയൻ ക്യാമറയിൽ നിങ്ങളെ വിരലിൻ്റെ അറ്റം അതിലേക്ക് ഓരോന്നായിട്ട് കടത്തി വെക്കുമ്പോൾ അതിൻ്റെ ഒരു എനർജി ഡിസ്ചാർജ് ശരീരത്തിലുള്ളത് ഈ ക്യാമറ ക്യാപ്ചർ ചെയ്തിട്ട് അത് കമ്പ്യൂട്ടർ സഹായത്തോടു കൂടി AI സംവിധാനത്തോടുകൂടി നിങ്ങൾക്കത് ബോധ്യപ്പെടുത്തി തരും. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള എനർജി പോയിൻറ്റ്സ്, ചക്രങ്ങളും ഉപചക്രങ്ങളും മെറിഡിയൻസ്, അതായത് മർമ്മശാസ്ത്രത്തിലെ പടുമർമ്മം 12, തൊടുമർമ്മം 95, തിലസക്കാലമർമ്മം 1 എന്ന് കളറി പാടി പഠിക്കുന്നത് നിങ്ങൾ കിർലിയൻ ക്യാമറയിൽ കാണാതെ ഇന്ന സ്ഥലത്ത് ഇന്ന മർമ്മങ്ങൾക്ക് ക്ഷതമുണ്ട്, ഇന്ന മർമ്മങ്ങൾക്ക് ക്ഷതമില്ല, ഇതിന് സ്ഥാനചലനം ഉണ്ടെന്നൊക്കെ അതിനകത്ത് കാണാം. സിമ്പിൾ. നമുക്കതൊന്ന് പരീക്ഷ നോക്കിയാലോ? പിന്നെന്താ?